സമയമില്ലാതെ തിരക്ക് പിടിച്ചു പോകുന്ന ഒരു സ്ത്രീ ഒരു സൈക്കോയുടെ വണ്ടിയുടെ പിന്നിൽ ചെന്ന് ഹോണടിക്കുന്നു. ഈ ഹോണടി അയാളെ ചൊടിപ്പിക്കുകയും അവളെ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് ആ സൈക്കോയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സ്ത്രീയുടെയും മകന്റെയും സംഭവബഹുലമായ സംഭവങ്ങൾ പറയുന്ന ഒരു അടിപൊളി സിനിമയാണ് അൺഹിഞ്ച്ഡ്. 70കളിൽ ഇറങ്ങിയ ഡുവൽ എന്ന സിനിമയുടെ മറ്റൊരു പതിപ്പ് പോലെയാണ് ഈ സിനിമ. തുടക്കം മുതൽ അവസാനം വരെ വളരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന 2020 പുറത്തിറങ്ങിയ ചേസിങ്ങും ആക്ഷനും ഹൊററും എല്ലാം അടങ്ങുന്ന ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മഴയുള്ള ഒരു രാത്രിയാണ്. ഒരു വീടിന് മുന്നിൽ കിടക്കുന്ന ട്രക്കിലിരിക്കുന്ന ആള് ഫോൺ എടുത്ത് നോക്കുമ്പോൾ വെളുപ്പിന് 4 മണിയായിട്ടുണ്ട്. അയാൾ ആകപ്പാടെ ദേഷ്യത്തിലും വിഷമത്തിലുമാണ്. അയാളുടെ ഭാര്യയും രണ്ടാം ഭർത്താവും കൂടി ജീവിക്കുന്ന വീടിന്റെ മുന്നിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. കുറെ നേരം അവിടെ ഇരുന്ന് ആലോചിച്ച് ഭാര്യയോടുള്ള ദേഷ്യം അയാൾക്ക് അടക്കാൻ കഴിയാതെ വരികയും അങ്ങനെ രണ്ടും കൽപ്പിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിലുണ്ടായിരുന്ന കുറച്ച് ടൂളും സാധനങ്ങളും ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് നടന്നു ചെല്ലുകയും വാതില് തല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതോടെ ഉള്ളിൽ നിന്ന് ഭാര്യയും രണ്ടാം ഭർത്താവും കൂടി എഴുന്നേറ്റ് ഓടി വരുമ്പോഴേക്കും അയാളെ അവിടെ ഇട്ട് തലമണ്ട അടിച്ച് പൊളിച്ച് കൊല്ലുകയും ശേഷം ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞ് അവളെയും കൊല്ലുന്നു. ശേഷം വീട്ടിൽ മുഴുവൻ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം അയാൾ അവിടുന്ന് ഇറങ്ങി വന്ന് വണ്ടിയിൽ കയറി അവിടെ നിന്നും വണ്ടി എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും വീട് മുഴുവൻ കാത്തി ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ്. അങ്ങനെ അന്ന് നേരം വെളുത്തിരിക്കുകയാണ്. ഫോണിൽ ബെല്ലടിക്കുന്നത് കേട്ട് നായികയായ റേച്ചൽ എടുത്തു നോക്കുമ്പോൾ വക്കീലാണ് വിളിക്കുന്നത്. അവൾ എടുത്ത് സംസാരിക്കുമ്പോൾ നിന്റെ ഡൈവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്നും അതിന്റെ പേപ്പറുകളിൽ ഒപ്പിടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അധികം താമസിയാതെ തന്നെ ടൗണിലുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് വരണമെന്നും ഞാൻ അവിടെ ഉണ്ടാവുമെന്നും അയാൾ പറയുന്നു. അപ്പോഴേക്കും അവളുടെ മകൻ അവിടേക്ക് വന്ന് സ്കൂളിൽ പോകാൻ സമയമായി, എന്നെ കൊണ്ടാക്കുന്നില്ലേ, നിങ്ങൾക്ക് ഡ്യൂട്ടിക്കും പോകേണ്ടതല്ലേ എന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ അവൾ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി റെഡിയാവുകയും ചെയ്യുന്നു. റേച്ചലിന്റെ സഹോദരനായ ഫ്രെഡും അവളുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അവൻ ദൂരെയുള്ള അമ്മയോട് വീഡിയോ കോളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം രാത്രി നടന്ന കൊലപാതകത്തിന്റെയും തീയിട്ടതിന്റെയും വാർത്ത ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ട് അവർ വന്നിരുന്ന് ആഹാരം കഴിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഉടൻ റേച്ചൽ അവിടേക്ക് വന്ന് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വാ, നിന്നെ കൊണ്ടാക്കിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണമെന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിക്കുന്നു. ആ വീട്ടിൽ ഫ്രെഡിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഉണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റേച്ചൽ മകനെയും വിളിച്ച് സ്കൂളിൽ കൊണ്ടാക്കാനായി അവിടുന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ അവൾ വണ്ടിയിൽ കയറി മകനുമായി അവിടുന്ന് പോയിരിക്കുന്നു. അങ്ങനെ അവർ കുറെ ദൂരം പോയി കഴിയുമ്പോൾ ഒരിടത്ത് വെച്ച് ട്രാഫിക് ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ്. ഇതോടെ എനിക്ക് സ്കൂളിലെത്താൻ സമയം പോയെന്ന് പയ്യൻ പറയുകയും നമുക്ക് അപ്പുറത്തെ വഴിയിലൂടെ കറങ്ങി പോവാം, ബ്ലോക്ക് വല്ലതും ഉണ്ടോന്ന് നീ ഒന്ന് നോക്കാൻ പറയുകയും അങ്ങനെ അവൻ ഫോൺ തുറന്നു നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ ലോക്കൊന്നും ഇടാറില്ല എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ലോക്കും അൺലോക്കും ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, എന്റെ അങ്ങനെ പ്രത്യേകിച്ച് ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഫോണിൽ ഇല്ലെന്നും അവൾ പറയുകയും അങ്ങനെ അവൻ GPS ഓണാക്കി മാപ്പ് ഇട്ട് വഴി നോക്കിയ ശേഷം ഫ്രീവേയിൽ ബ്ലോക്കൊന്നുമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ പോകുന്നതിന് പകരം കുറച്ച് ചുറ്റി ഫ്രീവേയിലൂടെ പോകാമെന്ന് കരുതി അവർ നേരെ മറ്റൊരു വഴിയിലൂടെ വിട്ടടിച്ച് പോവുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയി ആ വഴിയിലും ഒരിടത്ത് വെച്ച് അവർ ബ്ലോക്കിലെത്തുകയും പെട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് എടുത്തു നോക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള ക്ലൈന്റ് ആണ് വിളിക്കുന്നത്. ഞാൻ ഉടനെ തന്നെ എത്തും, മോനെ എന്ന് സ്കൂളിലാക്കിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ 9 മണിക്ക് വരാമെന്നാണ് ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നത്, എന്നിട്ട് ഇതുവരെ എത്തിയില്ല, ഇങ്ങനെയാണോ ജോലി ചെയ്യുന്നത്? പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ കാത്തിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യം പിടിക്കുകയും ശരി ഞാൻ ഉടനെ തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ ഭ്രാന്ത് പിടിക്കുകയും ഇവിടെ ഇനി കിടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൾ അവിടുന്ന് വണ്ടി മാറ്റിയെടുത്ത് നേരെ വിട്ടുപോവുകയും ബ്ലോക്കിന്റെയൊക്കെ ഇടയിലൂടെ കയറി ആ വഴിയിൽ നിന്ന് എക്സിറ്റ് എടുത്ത് വീണ്ടും കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോയി ഒരു സിഗ്നൽ എത്തുമ്പോൾ ആ സിഗ്നലിലുള്ള മറ്റൊരു വണ്ടിയുടെ പുറകിൽ കൊണ്ടുചെന്ന് അവൾ ചവിട്ടി നിർത്തുന്നു. ആ മുന്നിൽ കിടക്കുന്ന വണ്ടി ഇന്നലെ കൊലപാതകം ചെയ്ത ആളുടെ ട്രക്കാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞ് സിഗ്നൽ കത്തുമ്പോൾ വണ്ടികളെല്ലാം എടുത്തോണ്ട് പോകുമെങ്കിലും മുന്നിൽ കിടക്കുന്ന ട്രക്ക് പോകുന്നില്ല. ഇയാൾ ഇതെന്താ എടുത്തോണ്ട് പോവാത്തെന്ന് പറഞ്ഞ് അവൾ നിൽക്കുകയും മാറ്റാത്തത് കണ്ട് നല്ല രീതിയിൽ ഹോൺ അടിച്ച് വെച്ചു കൊടുക്കുകയും എന്നാൽ എത്ര ഹോൺ അടിച്ചിട്ടും മാറ്റാത്തത് കൊണ്ട് അവൾ അവിടുന്ന് നേരെ കയറി ഹോൺ അടിച്ച് അയാളെ തെറിയും വിളിച്ച് പോയിക്കളയുന്നു. എന്നാൽ കുറെ ചെല്ലുമ്പോൾ വീണ്ടും അടുത്ത സിഗ്നൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ കഷ്ടം തന്നെയല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴേക്കും മറ്റേ ട്രക്കും അവരുടെ അടുത്തേക്ക് വന്ന് വണ്ടി നിർത്തുന്നു. ഇത് അവർ കാണുകയും അയാൾ ഉടൻ അവരെ നോക്കി ഗ്ലാസ് തുറക്കാൻ പറയുകയും ചെയ്തു. അയാൾ ഇന്നലെ രാത്രി മറ്റേ കൊലപാതകം നടത്തിയ പ്രതിയാണ്. നിങ്ങൾ അവിടെ നിന്ന് കുറെ ഹോണും അടിച്ച് എന്നെ തെറിയും വിളിച്ചിട്ടാണ് പോയത്, അത് വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുമ്പോൾ അല്ല, എനിക്ക് നല്ലോല ദേഷ്യം വന്നിട്ടാ ചെയ്തത്, പച്ചലൈറ്റ് കത്തി കടന്നിട്ടും പോവാത്ത മരത്തലയാന്ന് അവൾ വിളിക്കുകയും അത് ശരി, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ, എന്നാ ശരി, എന്റെ ഭാഗത്തു നിന്നുണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു, അതുപോലെ എന്നോട് കാണിച്ചതിന് ഇനി നിങ്ങളും ക്ഷമ ചോദിക്കാൻ പറയുകയും എന്റെ പട്ടി ചോദിക്കും പോടോ അവിടെ നിന്ന് അവൾ പറഞ്ഞ് അയാളെ പുച്ഛിച്ച് തള്ളുന്നു. ഇത് കേട്ട് അയാൾക്ക് ആകെ ദേഷ്യമാവുകയും എന്റെ ഇന്നത്തെ ദിവസവും സമയവും ഒന്നും ശരിയല്ലാതിരിക്കുവാണ്, രാവിലെ തന്നെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം അല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ അയാൾ പറയുന്നു. ഇത് കേട്ട് പയ്യന് ആകെ പേടിയാവുകയും അമ്മ ഇനി അയാളോടൊന്നും പറയണ്ട, പോവാൻ പറ്റുമെങ്കിൽ പോവാൻ പറയുകയും അങ്ങനെ അവർ വണ്ടിയും എടുത്ത് അവിടുന്ന് വിട്ടടിച്ച് പോവുകയും ചെയ്യുന്നു. എന്നാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ അയാൾ പാഞ്ഞു വരുന്നതായി കണ്ട് അവരൊന്ന് പേടിക്കുകയും അയാൾ നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒറ്റ ചവിട്ടി നിർത്തുമ്പോൾ അവളും അതുപോലെ ചവിട്ടി ഇടിക്കാതെ ജസ്റ്റിന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇയാൾക്ക്
ചേട്ടന് എന്താ കുഴപ്പമെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാൾ വീണ്ടും അവിടുന്ന് എടുത്തോണ്ട് പോയിരിക്കുന്നു. വീണ്ടും അയാൾ പോകുന്നത് കണ്ട് അവളും വണ്ടി എടുത്ത് മുന്നോട്ട് പോവുകയും ഇടത്തേക്ക് തിരിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇടുന്നത് കണ്ട് അയാൾ വണ്ടി അവിടെ ചവിട്ടി നേരേക്ക് റോഡിന്റെ നടുക്ക് നിർത്തുന്നു. ഇതൊക്കെ കണ്ട് ഇയാളൊരു സൈക്കോ ആണെന്ന് അവൾക്ക് മനസ്സിലായിരിക്കുകയാണ്. അയാളാണെങ്കിൽ റോഡിന്റെ നടുക്ക് വണ്ടി നിർത്തി അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ അവിടുന്ന് വണ്ടി എടുത്ത് അയാളുടെ വഴിക്ക് പോയിരിക്കുകയാണ്. ഇതോടെ അവളും അവിടുന്ന് തിരിഞ്ഞ് വേറെ വഴിക്ക് കയറി വിട്ടടിച്ചു പോകുന്നു. എന്നാൽ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി അവൾ ആശ്വസിച്ചിരിക്കുകയാണ്. ഓരോരുത്തന്മാര് രാവിലെ വട്ടുപിടിപ്പിക്കാനായി വന്നോളും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പൊക്കൊണ്ടിരിക്കുകയും അങ്ങനെ നേരെ പയ്യന്റെ സ്കൂളിലേക്ക് ചെന്ന ശേഷം ശരി ചെന്നോ, വൈകുന്നേരം ഞാൻ വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അവൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോയ ശേഷം അവൾ വീണ്ടും ഫോൺ എടുത്ത് അവളുടെ വക്കീലിനെ വിളിക്കുകയും ഞാൻ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണെന്നും എവിടെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ടൗണിലുള്ള ഹോട്ടലിൽ നിന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, വന്നോ, ഡിവോഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും കുറച്ച് പേപ്പറുകളിൽ ഒപ്പിടാനും ഒക്കെ ഉണ്ടെന്ന് പറയുകയും ദേ വരുന്നു എന്ന് പറഞ്ഞ് അവൾ നേരെ വണ്ടിയും എടുത്ത് അവിടുന്ന് പോവുകയും തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് ചെന്ന് കയറിയ ശേഷം അവളുടെ ഫോൺ വണ്ടിക്കുള്ളിൽ വെച്ച് നേരെ ചെന്ന് പെട്രോൾ അടിക്കാനായി നോസിൽ വെച്ച ശേഷം അപ്പുറത്തെ ഷോപ്പിലേക്ക് കയറി ചെന്ന് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയും ശേഷം ബില്ലടിക്കാൻ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് പോവാൻ നോക്കുമ്പോൾ അവളുടെ കാറിന്റെ പിന്നിൽ മറ്റേ ട്രക്ക് വീണ്ടും വന്ന് കിടക്കുകയാണ്. ഇത് കണ്ട് അവൾ ആകെ പേടിച്ച് എന്ത് വേണമെന്നറിയാതെ മറ്റവരെ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവിടെ നിൽക്കുന്നവർ ചോദിക്കുകയും ചെറിയൊരു പ്രശ്നമുണ്ട്, ദേ ആ കിടക്കുന്ന ട്രക്ക് കണ്ടോ, രാവിലെ മുതൽ ഒരു സൈക്കോയെ പോലെ എന്നോട് പെരുമാറുകയാണ്, എന്നെ അപകടപ്പെടുത്താനൊക്കെ ശ്രമിച്ചു, അയാൾ പോയെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ എത്തിയത്, പക്ഷെ ഇപ്പോൾ അയാൾ എന്റെ പിറകിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമ്മൾ പോലീസിനെ വിളിക്കാമെന്ന് പറയുകയും പോലീസിനെ വിളിക്കണമെന്നില്ല, അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിന്റെ കൂടെ ഞാനും കൂടെ വരാം, ഒരാൾ കൂടെ ഉണ്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ പൊക്കോളും, എന്നിട്ടും അയാൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചോളാമെന്ന് പറയുകയും ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവൾ അതെല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ അവൻ അയാളെ തന്നെ തുറിച്ചു നോക്കുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ അവനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, അവളെ തന്നെയാണ് നോക്കുന്നത്. ഒരു കുഴപ്പമില്ല, നീ പൊക്കോളാൻ പറഞ്ഞ് മറ്റവൻ അവളെ വണ്ടിയിൽ കയറ്റി വിടുകയും തനിക്കെന്താടോ വട്ടാണോ ബാക്കിയുള്ളവരുടെ പിറകെ നടന്ന് ശല്യം ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് അയാൾക്ക് അവനോടും ആകെ ദേഷ്യമാവുകയും വണ്ടി ഫുൾ ത്രോട്ടിൽ കൊടുത്ത് മുന്നോട്ടെടുത്ത് നേരെ ചെന്ന് അവനെ ഇടിച്ച് പഞ്ചറാക്കിക്കൊണ്ട് റോഡിലിടുമ്പോഴേക്കും എതിരെ വരുന്ന ഒരു വണ്ടി ഇടിച്ച് അവൻ അപ്പോ തന്നെ മരിക്കുന്നു. ഇത് കണ്ട് റേച്ചൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അയാളാണെങ്കിൽ അവളുടെ പിറകെ പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് പോലീസിനെ വിളിക്കാനായി അവൾ ഫോൺ തപ്പി നോക്കുമ്പോൾ വണ്ടിയിൽ ഫോൺ കാണുന്നില്ല. എവിടെ പോയെന്ന് മനസ്സിലാവാതെ പാഞ്ഞ് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൾ പോവുകയും അയാൾ ഇടിക്കാൻ വേണ്ടി തൊട്ടടുത്തെത്തുമ്പോൾ അവൾ വളച്ചു കയറി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളുടെ സ്പീഡ് വളരെ വേഗത്തിലാണ്. പാഞ്ഞ് അവളുടെ അടുത്തെത്തുന്നു. അവൾക്ക് അതിനേക്കാൾ വേഗത്തിൽ പോകാനും കഴിയുന്നില്ല. എന്നാൽ പൊക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ മുഴുവൻ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് അവൾ കൊണ്ടുചെന്ന് ചവിട്ടി അങ്ങ് നിർത്തുകയും അയാളും പുറകിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതോടെ പേടിക്കുന്ന അവൾ തൊട്ടടുത്തുള്ള വണ്ടിക്കാരെയൊക്കെ കാര്യം വിളിച്ചറിയിക്കാൻ നോക്കുമെങ്കിലും അയാളാണെങ്കിൽ വണ്ടിയെടുത്ത് അവളുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിക്കുകയാണ്. വീണ്ടും വീണ്ടും അയാൾ കൊണ്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും സിഗ്നൽ കത്തുകയും അവൾ വീണ്ടും വണ്ടിയെടുത്ത് പറപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അയാൾ വിടാതെ കൂടെ തന്നെയുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിലും ഫോൺ എവിടെയാണെന്ന് അവൾ തപ്പി നോക്കുന്നുണ്ടെങ്കിലും എങ്ങും കാണുന്നില്ല. അപ്പോഴേക്കും അയാൾ പാഞ്ഞ് അവളെ ഓവർടേക്ക് ചെയ്ത് കയറുകയും മുന്നിലേക്ക് വന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് കാണിക്കുന്നു. അതിപ്പോൾ അയാളുടെ കയ്യിലാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കാൻ അയാൾ പറയുകയും ഫ്രണ്ടിലൊരു വണ്ടി കയറുന്നത് കണ്ട് പെട്ടെന്ന് വെട്ടിച്ച് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് വൺ വേയിലേക്ക് കയറി അവൾ പാഞ്ഞു ചെല്ലുകയും അവിടെ നടന്ന ഒരു പെണ്ണിനെ ഇടിക്കുന്നതിന് തൊട്ടടുത്തെത്തി വണ്ടി ചവിട്ടി നിർത്തുന്നു. നിനക്കെന്താടി വട്ടാണോ, ഇത് വൺ വേ ആണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ കുറെ തെറിയും പറഞ്ഞ് അവിടുന്ന് പോയിരിക്കുകയാണ്. എന്നാൽ അവൾ പേടിച്ച് സോറിയൊക്കെ പറഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അവൾ കാരണം കുറെ അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവൾ അങ്ങനെ ആകെ പേടിച്ച് അവിടുന്ന് മുന്നോട്ട് നീങ്ങുകയും നേരെ ചെന്ന് അവിടെയുള്ള പാലത്തിന്റെ അടിയിലെ ആളൊഴിഞ്ഞ ഒരു പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് വണ്ടി നിർത്തിയിടുകയും ചെയ്യുന്നു. ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് ആകെ പേടിച്ച് ഇരിക്കുകയാണ്. ഈ സമയം അവളുടെ വക്കീലാണെങ്കിൽ ടൗണിലുള്ള റെസ്റ്റോറന്റിൽ അവൾ വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. എന്നാൽ അവളുടെ ഫോൺ വഴി മെസ്സേജുകളൊക്കെ നോക്കി മറ്റേയാൾ അവിടെ എത്തിയിരിക്കുന്നു. അയാൾ അവന്റെ അടുത്തേക്ക് വന്ന് നിങ്ങളാണോ ആന്റി എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയും ഞാൻ ടോം കൂപ്പർ, നിങ്ങൾ റേച്ചലിനെ കാത്തിരിക്കുകയായിരിക്കും അല്ലെ, ഞാൻ അവളുടെ ഫ്രണ്ടാണ്, അവളെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവനോട് ഓരോന്ന് സംസാരിക്കുകയും ഞാൻ കുറെ നേരമായി അവളെ കാത്തിരിക്കുകയാണെന്നും കുറെ വിളിക്കാനും നോക്കി, ഞാൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് വോയിസ് മെസ്സേജുകൾ ഇട്ട് നോക്കി, പക്ഷെ അവളെ ഇതുവരെയും കിട്ടിയില്ലെന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഒരു പ്രഷർ കൂടി ഉണ്ടാവുമെന്ന് അയാൾ പറയുമ്പോൾ അത് മാത്രമല്ല രാവിലെ ഒരു സൈക്കോ അവളെ ഫോളോ ചെയ്തുവെന്നും ഉപദ്രവിക്കാൻ നോക്കിയെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അതിന്റെയും കൂടെ ഒരു ബുദ്ധിമുട്ട് കാണുമെന്നൊക്കെ ആന്റി പറയുന്നു. അവൾ അവനോട് വേണ്ടാത്തത് വല്ലതും കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ സൈക്കോ അവളെ ഉപദ്രവിക്കാൻ നോക്കുന്നത്, ഞാൻ അയാളുടെ ഭാഗത്താണെന്നൊക്കെ പറയുമ്പോൾ ആന്റിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയും നീ ആ സൈക്കോയുടെ ഭാഗമാണോ അവളുടെ ഭാഗമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തായാലും എനിക്ക് 11 മണിക്ക് മറ്റൊരു സ്ഥലത്ത് എത്താനുണ്ടെന്ന് പറഞ്ഞ് അവൻ പോകാൻ നോക്കുമ്പോൾ നീ കുറെ നേരമായിട്ടും അവളെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലേ, പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്താൽ അവൾ ഉറപ്പായിട്ടും
ഉറപ്പായിട്ടും ഫോൺ എടുക്കും. വേണമെങ്കിൽ നിന്റെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ വിളിച്ച് കാണിച്ചു തരാമെന്ന് അയാൾ പറയുകയും ശരി അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് വിളിച്ച് കാണിക്കുക, എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയും ഈ സമയം വണ്ടിയിൽ റേച്ചൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ എവിടെയോ ഒരു ഫോൺ ബെല്ലടിക്കുന്നതായി കേൾക്കുന്നു. എവിടെയാണെന്ന് മനസ്സിലാവാതെ അവൾ വണ്ടിയിലൊക്കെ നോക്കുമ്പോൾ ഒരിടത്ത് ആരുടെയോ ഫോൺ കിടന്ന് ബെല്ലടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് അയാളുടെ ഫോണാണ്. അവൾ ഫോൺ എടുത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ആന്റിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയും എടി ഞാൻ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നീ എന്താ വരാത്തേന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെയാ ഈ ഫോണിലേക്ക് വിളിച്ചേ, ഈ നമ്പർ എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരൻ ടോം കൂപ്പർ എന്റെ കൂടെയുണ്ട്, അയാളാണ് വിളിച്ചു തന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലല്ലോ എന്ന് അവൾ പറയുകയും എടി നിന്നോട് കുറച്ച് മുന്നേയും സംസാരിച്ചു എന്ന് പറഞ്ഞ ആളാണ്, കുറച്ച് താടിയൊക്കെയുള്ള ഒരാളാണെന്ന് പറയുകയും ഇത് കേട്ട് അവൾക്ക് കാര്യം മനസ്സിലാവുകയും അപ്പോഴേക്കും ആന്റിയുടെ കയ്യിൽ നിന്ന് മറ്റേയാൾ ഫോൺ വാങ്ങുന്നു. അയ്യോ അയാളെ നീ വിശ്വസിക്കരുത്, അയാൾ എന്റെ ഫ്രണ്ട് അല്ല, ഇന്ന് രാവിലെ മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന സൈക്കോയാണ്, അയാളൊരു ക്രൂരനാണെന്നൊക്കെ പറയുകയും ക്രൂരത നീയല്ലേ കാണിച്ചത്, രാവിലെ തന്നെ എന്നെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിച്ചു, ഞാനൊരു ക്ഷമ ചോദിച്ചപ്പോ നീ എന്നെ പുച്ഛിച്ചു, എനിക്ക് നീ ക്ഷമ ചോദിക്കുന്നത് കേൾക്കണമെന്നൊക്കെ അയാൾ പറയുകയും ശരി നീ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഞാൻ ചെയ്തതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് പേടിച്ച് പറയുന്നത് പോലെയുണ്ട്, ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, നല്ല രീതിയിൽ താഴ്മയോടെ ചോദിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ട് എന്തോ പന്തികേടുണ്ടെന്ന് ആന്റിക്ക് മനസ്സിലാവുകയും മതി ആ ഫോണിഞ്ഞ് തന്നേന്ന് പറഞ്ഞ് അവൻ മേടിക്കാൻ നോക്കുമ്പോൾ അയാൾ അവന്റെ തല അടിച്ചു പൊളിക്കുകയും ഫോൺ സ്പീക്കറിലിട്ട് വെച്ച ശേഷം അയാളെ അവിടെ ഇട്ട് അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു. ഇയാൾ നിനക്ക് ഡിവോഴ്സ് വാങ്ങി തരുന്ന വക്കീലല്ലേ, അങ്ങനെ നിനക്കങ്ങ് ഡിവോഴ്സ് കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവിടെയുള്ളവർ ആകെ പേടിക്കുകയും ചിലരൊക്കെ ഈ സംഭവം വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നടന്ന നീ ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പോൾ തന്നെ അവിടെ ഇരുന്ന കത്തിയെടുത്ത് അയാളുടെ കഴുത്തിൽ കുത്തി ഇറക്കുകയും ഇതോടെ ആന്റി മരിക്കുകയും ചെയ്യുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ റേച്ചൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഫോൺ എടുത്ത് ഇനി നീ ആന്റിയെ വിളിക്കണ്ട, നീ പറയുന്നതൊന്നും അവൻ കേൾക്കാൻ പോണില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് പറയുമ്പോൾ അവൻ മരിച്ചു, അവനെ ഞാൻ കൊന്നു, നീ TV ഒക്കെ ഇട്ട് കണ്ടോ, ഒരുപാട് വീഡിയോകൾ പലരും എടുത്തിട്ടുണ്ട്, അവൻ ചത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണാമെന്ന് പറയുകയും നീ ഇതൊന്ന് അവസാനിപ്പിക്കുക, നിനക്ക് എന്താ വേണ്ടേ, ഞാൻ നല്ലപോലെ ഒന്ന് സോറി പറയുമല്ലേ, ഞാൻ ചെയ്തതിന് ഒരുപാട് സോറി, എന്നോട് ക്ഷമിക്കാനൊക്കെ അവൾ താണുകയാണ് അപേക്ഷിക്കുകയും ഇപ്പോഴും നിന്റെ ആ സോറിയിൽ ഒരു പുച്ഛമുണ്ട്, അതൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള സോറി എനിക്ക് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ആ ഫോണും വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പൊയ്ക്കളയുന്നു. ഇതോടെ അവൾ ആകെ പെട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ വീണ്ടും അവൾക്ക് അയാളുടെ കോൾ വരികയും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്നെ കുറച്ച് പാഠം പഠിപ്പിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം നിന്റെ ഫോണിൽ നോക്കിയപ്പോൾ നോർത്ത് പബ്ലിക് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പലിന്റെ മെസ്സേജ് വന്നു, മോന്റെ പ്രൊജക്ടിന് ഫസ്റ്റ് കിട്ടിയെന്നാണ് മെസ്സേജ്, അപ്പൊ അവൻ ആ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ എന്റെ മോനെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുകയും ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അടുത്തത് ആരെ കൊല്ലണമെന്ന് നീ തന്നെ പറ, എന്തായാലും അടുത്ത ആളിനെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നോളാൻ അവൾ പറയുകയും നിനക്ക് നിന്നെ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് നിന്നെ പാഠം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, വേറെ ആരുടെയെങ്കിലും പേര് പറയാൻ പറയുകയും അവൾ കുറച്ചുനേരം ആലോചിച്ച ശേഷം ഡെബോറ ഹാസ്കൽ എന്ന് പറയുകയും അങ്ങനെ അയാൾ കോണ്ടാക്റ്റിൽ നിന്ന് ആ നമ്പർ എടുത്ത ശേഷം അവളുടെ അഡ്രസ്സ് ചോദിക്കുകയും അവളുടെ വീട്ടഡ്രസ്സ് റേച്ചൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇവൾ നിന്നോട് എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അവളായിരുന്നു എന്നും അതുകൊണ്ടാണ് ഞാൻ അവളുടെ പേര് തിരഞ്ഞെടുത്തതെന്നും പറയുകയും ശരി ഓക്കെ എങ്കിൽ അടുത്ത ലിസ്റ്റ് അവൾ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഇതോടെ എന്നെ എന്റെ മോനെയൊക്കെ വെറുതെ വിടുമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് തൽക്കാലം വെറുതെ വിട്ടേക്കാം, ഇത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ അവൾ ആകെ വിഷമിച്ച് കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും കുറച്ചുനേരം ഒന്ന് റിലാക്സ് ആയ ശേഷം അപ്പോൾ തന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോവാൻ നോക്കുകയും ഫോൺ എടുത്ത് നേരെ പോലീസിനെ വിളിച്ചിട്ട് നടന്ന സംഭവങ്ങളും ഡെബോറയെ കൊല്ലാൻ അയാൾ വീട്ടിലേക്ക് പോയിട്ടുള്ളതുമൊക്കെ പറയുന്നു. അങ്ങനെ അന്ന് കൃത്യസമയത്ത് തന്നെ പോലീസ് ഡെബോറയുടെ വീട്ടിലെത്തുകയും നിങ്ങൾക്കൊരു വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം വീട്ടിലിരിക്കുന്ന റേച്ചലിന്റെ അനിയൻ ടിവിയിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കൊലയാളി കുത്തിക്കൊല്ലുന്നതും മറ്റുമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് ആരെയാണ് കൊന്നതെന്നോ മറ്റൊന്നും അവനറിയില്ല. ഇതിനിടെ ഒരു കോഫി കൊണ്ട് താടിയെന്നൊക്കെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അവൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇതോടെ അവൻ വീണ്ടും അവളെ വിളിച്ചു നോക്കുമെങ്കിലും അനക്കമൊന്നും കേൾക്കാത്തത് കൊണ്ട് പോയി നോക്കാമെന്ന് കരുതി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വണ്ടി കിടക്കുകയാണ്. ഇതോടെ അവന് മൊത്തത്തിൽ എന്തോ പന്തികേട് തോന്നുകയും അടുക്കളയിൽ നിന്ന് ഒരു കത്തിയും എടുത്ത് ആരെങ്കിലും ഉണ്ടോന്ന് നോക്കി വരുമ്പോൾ പുറത്തെ ഡോറൊക്കെ പൊളിഞ്ഞു കിടക്കുന്നു. ഇതോടെ അകത്താരോ കയറിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുകയും പതിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ അവന്റെ കാമുകിയും കൊണ്ട് മറ്റേ സൈക്കോ വന്നിരിക്കുകയാണ്. നീ റേച്ചലിന്റെ ആരാടാന്ന് ചോദിക്കുമ്പോൾ അനിയനാണെന്ന് അവൾ പറയുകയും അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് അവൻ പറയുന്നു. അയാൾ അവളെ ആക്രമിച്ച് ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പണമാണെങ്കിൽ അടുക്കളയെ കുറച്ച് ഇരിപ്പുണ്ട്, അല്ലാതെ വേറൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ പണമൊന്നും അല്ല വേണ്ടത്, ഇതിനെല്ലാം കാരണം നിന്റെ ചേച്ചിയാണ്, അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഇതിലൂടെ അവൾ മനസ്സിലാക്കണം അവൾ ചെയ്ത തെറ്റെന്താന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിടിച്ചിരിക്കുന്ന കത്തിയിലേക്ക് അവളെ കൊണ്ടുവന്ന് കുത്തി അങ്ങ് കയറ്റുകയും ഇതോടെ അവൾ അവിടെ വെച്ച് തന്നെ കുത്തേറ്റ് മരിച്ചു വീഴുകയും ചെയ്യും. ഈ സമയം കൊണ്ട് റേച്ചൽ നേരെ പാഞ്ഞ് മകന്റെ സ്കൂളിലേക്ക് ചെല്ലുകയും നോക്കുമ്പോൾ വീണ്ടും അയാളുടെ കാൾ വരുന്നത് കണ്ട് എടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ അവളുടെ
അവളുടെ ഫോണുള്ള ലൊക്കേഷൻ നോക്കിയിട്ട് നീ ഇപ്പോൾ സ്കൂളിൽ പോയി അല്ലേ, സ്കൂളിന്റെ അകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുകയും അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, എന്റെ ഫോണല്ലേ നീ വെച്ചിരിക്കുന്നതെന്നൊക്കെ അയാൾ പറയുകയാണ്. ഞാനിപ്പോൾ പുറത്താണുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ മോനെ വിളിച്ചിറക്കിയതിന് ശേഷം എന്നെ ഒന്നുകൂടെ വിളിക്കുക, എന്നെ വിളിക്കാൻ വൈകി കഴിഞ്ഞാൽ നിന്റെ അനിയനും മരിക്കുമെന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട് അവൾ ആകെ പേടിച്ച് അപ്പൊ തന്നെ ഇറങ്ങി നേരെ സ്കൂളിലേക്ക് ഓടുകയും എന്റെ മോനെ എനിക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ, എവിടെയാണ് അവനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്, കുട്ടികളുടെ പ്രോഗ്രാമാണ്, അവൻ അതിലുണ്ട്, ഇപ്പൊ വിളിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ വിളിച്ചേ പറ്റുള്ളൂ, ദേ ആ ടി വിയിൽ കാണുന്ന ക്രിമിനലിനെ കണ്ടോ, അയാളിപ്പോ എന്റെ വീട്ടിലുണ്ട്, അയാൾ എനിക്ക് അയച്ച ഫോട്ടോയാണിത്, ഇതിൽ അയാളോടൊപ്പം ഇരിക്കുന്നത് എന്റെ ബ്രദറാണ്, അയാൾ എന്റെ മോനെയും അപകടപ്പെടുത്താൻ ശ്രമിക്കും, എനിക്ക് അവനെ കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയും അങ്ങനെ അവർ പയ്യനെ വിടുന്നതോടെ അവൾ അവനെയും വിളിച്ച് നേരെ കാറിലേക്ക് വരികയും അവിടുന്ന് വണ്ടിയും എടുത്ത് വീട്ടിൽ പോവുകയും ചെയ്യുന്നു. ഈ സമയം സൈക്കോ ആണെങ്കിൽ ഫ്രെഡിന്റെ ചുറ്റും ആൽക്കഹോൾ ഒഴിച്ച് കത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്താണമ്മ കാര്യം എന്നൊക്കെ പയ്യൻ ചോദിക്കുമ്പോൾ അവൾക്കതൊന്നും പറയാൻ സമയം കിട്ടുന്നില്ല. അവൾ നേരെ അയാളെ വിളിച്ചിരിക്കുകയാണ്. നീ പയ്യനെ സ്കൂളിൽ നിന്ന് ഇറക്കിയോ, അങ്ങനെയാണെങ്കിൽ അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞെന്ന് പറയുകയും അങ്ങനെ അവൻ ഹായ് പറയുമ്പോൾ പയ്യൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ അനിയനെ അങ്ങ് വിട്ടേക്കാൻ പറയുകയും താണ്ടടാ നിന്റെ ചേച്ചി ഫോണിലുണ്ട്, അവളോട് സംസാരിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ അയാൾ പറയുകയും ചേച്ചി മേരിയെ ഇയാൾ കൊന്നു, എന്നെയും കൊല്ലാൻ വേണ്ടി പിടിച്ചു കെട്ടിയിട്ടിരിക്കുക എന്നൊക്കെ പറയുകയും ഇത് കേട്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോഴേക്കും അയാൾ പോയി എഴുതി വെച്ചിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് ഇത് നോക്കി വായിക്കാൻ അവനോട് പറയുകയും അങ്ങനെ അവൻ അതുപോലെ വായിക്കുകയും ചെയ്യുന്നു. അയാൾ ലൈറ്റർ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചേച്ചി മേരി മരിച്ചു, ഞാനും ഇപ്പോൾ തന്നെ മരിക്കും, ഉറപ്പായിട്ടും നിങ്ങളുടെ മോനെയും ഇയാൾ കൊല്ലും, ഇതിനെല്ലാം കാരണം ചേച്ചിയാണ്, ചേച്ചി മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്, ആരോടും ഒരു ബഹുമാനം കാണിക്കുന്നില്ല, ചേച്ചിയെ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നൊക്കെ അവൻ പറയുകയും ഇതിനിടെ പോലീസ് അവിടേക്ക് കയറി വന്ന് തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. അയാളാണെങ്കിൽ അപ്പോഴേക്കും ഒളിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി അയാൾ അപ്പോൾ തന്നെ അവന്റെ ദേഹത്ത് തീയിട്ട് പോലീസിന്റെ നേർക്ക് വിടുകയും അപ്പോഴേക്കും പോലീസിൽ നിന്ന് ഒരു വെടികൊണ്ട് അയാൾ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടുന്നു. എന്തെങ്കിലും ചെയ്യൂന്നൊക്കെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരനാണെങ്കിൽ തീ അണയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ആയിട്ട് അവൾ വണ്ടി ഒരിടത്തേക്ക് നിർത്തുകയും ആകെ ഭ്രാന്ത് പിടിച്ച് തല കറങ്ങി അവിടെ നിന്ന് ഛർദ്ദിച്ച് കിളി പോയി നിൽക്കുകയാണ്. ഉടൻ പയ്യൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയും അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഉടൻ വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നതായി കേൾക്കുകയും ഫോൺ എടുക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് പോലീസ് ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അയാൾ തന്നെയാണ്. നിനക്ക് സന്തോഷിക്കാനൊരു വാർത്തയുണ്ട്, എനിക്ക് വെടി കൊണ്ടു, എന്റെ അനിയൻ എവിടെയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ മരിച്ചു, ഇനി അവനെ നോക്കണ്ട, എനിക്ക് എങ്ങനെയായാലും ചോര വാർന്ന് മരിക്കുന്നതിന് മുമ്പ് നിന്റെ സോറി കേൾക്കണം, ഇല്ലെങ്കിൽ നിന്നെ മോനെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ മോനെ കൊല്ലാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല, അതുപോലെ എന്റെ സോറി നീ കേൾക്കാൻ പോകുന്നില്ലടാ പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നു. ശേഷം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൾ പയ്യനെയും വിളിച്ച് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. പോകുന്നതിന്റെ ഇടയിൽ നമുക്ക് അച്ഛനെ വിളിച്ചാലോ എന്ന് പയ്യൻ ചോദിക്കുകയും അതിന് എന്റെ ഫോൺ അയാളുടെ കയ്യിലല്ലേ, അയാളുടെ ഫോണാണെങ്കിൽ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എറിഞ്ഞു പൊട്ടിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്, അതൊരു പഴയ കീപാഡ് ഫോണല്ലേ, അത് വെച്ച് പറ്റില്ലെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അയാൾ എങ്ങനെയാ അറിഞ്ഞത് എന്ന് ചോദിക്കുകയും അമ്മയുടെ ടാബ്ലറ്റ് എവിടെ, ആ ടാബും ഫോണും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു, ഒരുപക്ഷെ അത് ഈ വണ്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ കുറെ തപ്പിയായിരുന്നു പക്ഷെ കണ്ടില്ല, നീ ഒന്നുകൂടി നല്ലപോലെ നോക്കാൻ പറയുകയും അങ്ങനെ പയ്യൻ അവിടെ മുഴുവൻ തപ്പി നോക്കുന്നതിനിടെ വണ്ടിയുടെ സീറ്റിനടിയിൽ രഹസ്യമായി ഒളിപ്പിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നതായി അവർ കാണുകയും ഇത് അയാൾ തന്നെ ചെയ്തതായിരിക്കും, അപ്പോൾ ഈ ടാബ് ഉപയോഗിച്ചാണ് അയാൾ നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എന്റെ ഫോണിലും ഇതിലും ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്കിതങ്ങ് എറിഞ്ഞു കളഞ്ഞാലോ എന്ന് പറയുകയും നിക്ക് അയാൾക്ക് നമ്മളെ കാണാൻ പറ്റുന്നത് പോലെ നമ്മൾക്ക് ഈ ടാബിലൂടെ അയാൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലേ, നീ അതൊന്ന് നോക്കിയാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ഫോൺ എവിടെ ഉണ്ടെന്ന് ട്രാക്ക് ചെയ്ത് തപ്പി നോക്കുമ്പോൾ അയാൾ അവരുടെ തൊട്ടടുത്തായി ഉള്ളത് കാണുന്നു. അയ്യോ അയാൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ തൊട്ട് ഫ്രണ്ടിലൂടെ പോകുന്നത് അയൽവാസിയായ റോസിയുടെ വണ്ടിയാണ്. ഇത് അയാളായിരിക്കും, റോസിയുടെ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതായിരിക്കും. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മുന്നിൽ പോലീസ് പോകുന്നതായി കാണുകയും നമുക്ക് ദേ ആ പോലീസിനോട് കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ശരി അങ്ങനെ ചെയ്യാം, ഒരു കാര്യം ചെയ്യും, നമ്മൾ അയാളെ കണ്ടുപിടിച്ചെന്ന് അയാൾക്ക് മനസ്സിലാവരുത്, അങ്ങോട്ട് നോക്കാതെ നേരെ നോക്കി ഇരിക്കാൻ പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോവുകയും ചെയ്യുന്നു. അവർ കാണാതിരിക്കാൻ വേണ്ടി അയാൾ മുഖം മറച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും മുന്നിൽ പോലീസ് പോകുന്നതായിട്ടും അവർ അതിനടുത്തേക്ക് പോകുന്നതായിട്ടും അയാൾ കാണുകയും അപ്പോഴേക്കും അവർ നേരെ പോലീസിന്റെ അടുത്ത് ചെന്ന് ഉറക്കെ വിളിക്കുകയും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ, പുറകിൽ വരുന്നത് മറ്റേ കൊലയാളിയാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യൂന്നൊക്കെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് അയാൾ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ നോക്കുമെങ്കിലും മറ്റവൻ വന്ന് പോലീസിന്റെ വണ്ടി ഇടിച്ച് പറത്തി കളയുകയും അയാളുടെ നിയന്ത്രണം വിട്ട് കറങ്ങി റോഡിന് നടുവിൽ നിൽക്കുമെങ്കിലും അയാൾ അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ നോക്കും.
ഇതോടെ ആ ഹൈവേയിൽ വന്ന വണ്ടികൾ തൂരുതുരെ കൂട്ടിയിടിക്കാൻ തുടങ്ങുകയും ഇതിന്റെയൊക്കെ ഇടയിലൂടെ മറ്റവൻ പാഞ്ഞു കയറി അവരുടെ പുറകെ എത്തുന്നു. ഇതോടെ അവർ രണ്ടുപേരും പാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും പയ്യനാണെങ്കിൽ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയും നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ് വേണ്ടതെന്നും ലൊക്കേഷൻ എവിടെയാണെന്നും ചോദിക്കുമ്പോൾ ഞങ്ങൾ 95 സൗത്ത് ഹൈവേയിലാണെന്നും ഒരു കൊലയാളി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സഹായിക്കണമെന്നും പറയുമ്പോൾ അയ്യോ അവിടെ ഇപ്പോൾ ഒരു വലിയ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഏരിയയിലുള്ള എല്ലാ യൂണിറ്റ് പോലീസുകാരും അവിടേക്ക് പോയിരിക്കുകയാണ്, നിങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾ എവിടെയെങ്കിലും സുരക്ഷിതമായി നിൽക്കാനൊക്കെ അവർ പറയുകയും അപ്പോഴേക്കും ടാബ് ചാർജ് തീർന്ന് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ആരും സഹായിക്കാൻ വരില്ല, നമ്മൾ സ്വന്തമായി രക്ഷ നേടിയേ പറ്റുള്ളൂ, നമുക്ക് എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം, അതിന് എവിടെയെങ്കിലും ചെന്ന് അയാളോടൊപ്പം പൊരുതാൻ നമുക്ക് പറ്റില്ല, നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം വേണം, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം, അവിടെ വെച്ച് അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് ചാവിട്ടി വിടുകയും അയാളാണെങ്കിൽ അവരുടെ പിറകെ വരികയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാത്തിന്റെയും ഇടയിലൂടെ അവർ പാഞ്ഞു കയറി പോവുകയും പിറകെ വരുന്നവനാണെങ്കിൽ പ്രാന്ത് പിടിച്ചതുപോലെ കണ്ട വണ്ടികളിലൊക്കെ ഇടിച്ച് വലിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കി തകർത്ത് തരിപ്പണമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഹൈവേയിൽ നിന്നൊക്കെ നേരെ അവരുടെ ടൗണിലെ റോഡിലേക്ക് കയറുകയും പാഞ്ഞു പോവുകയും ചെയ്യുന്നു. അയാളാണെങ്കിൽ വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എത്രയൊക്കെ ചവിട്ടി വിട്ടിട്ടും അയാൾ കൂടെ തന്നെയുണ്ട്. അങ്ങനെ നല്ലൊരു ചേസിംഗ് നടക്കുകയും സിഗ്നലൊക്കെ വെട്ടിച്ച് പാഞ്ഞു പോയി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി നേരെ അവരുടെ സ്ട്രീറ്റിനടുത്ത് എത്തുകയും അപ്പോഴേക്കും അയാൾ അവരെ ഇടിക്കാനായി തൊട്ടടുത്ത് വരുമ്പോഴേക്കും അവളാണെങ്കിൽ സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞങ്ങ് കയറുകയും അയാൾ നേരെ പോയി വണ്ടി ചവിട്ടി അങ്ങ് നിർത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് തിരിഞ്ഞ് മറ്റൊരു റോഡിലൂടെ പോയിരിക്കുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ എങ്ങനെയെങ്കിലും റിവേഴ്സ് എടുത്ത് തിരിഞ്ഞ് വീണ്ടും അവരെ പിടിക്കാനായി ചെല്ലുകയാണ്. എന്നാൽ ഇത്തവണ അവർ എങ്ങോട്ടാണ് പോയതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല, ഫോണിൽ സിഗ്നൽ കിട്ടുന്നതുമില്ല. ഇതോടെ അവിടെ മൊത്തം നോക്കാമെന്ന് കരുതി അയാൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും റേച്ചൽ അവിടുന്ന് പാഞ്ഞു പോവുകയും നേരെ അവരുടെ സ്ട്രീറ്റിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവിടുന്ന് നേരെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ശേഷം അവർ രണ്ടുപേരും ഇറങ്ങി പുറകുവശത്തെ ഗ്യാരേജിന്റെ ഡോർ തുറക്കുകയും മോനെ നീ നേരെ ഉള്ളിലേക്ക് കയറി പോലീസിനെ വിളിച്ചിട്ട് മുകളിലത്തെ നിലയിലെ തുണികൾ ഇടുന്നതിന്റെ പുറകിൽ സാധനം വെക്കുന്ന ആ ചെറിയ റൂമിൽ ഒളിച്ചിരിക്കണം, പോലീസ് എത്തുന്നതിന് മുമ്പെങ്ങാനും അയാൾ ഇവിടെ എത്തിയാൽ ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ പറയുകയും അങ്ങനെ പയ്യനെ നേരെ പുറകുവശത്തെ ഡോറിലൂടെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നു. അവൻ നേരെ അകത്ത് ചെന്ന് എമർജൻസിയിലേക്ക് കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ പോലീസിന് സിഗ്നൽ കിട്ടിയെന്ന് ഉറപ്പായതിനു ശേഷം ഓടി മുകളിലേക്ക് ചെന്ന് നേരെ അവിടെയുള്ള തുണികൾ ഇട്ടിരിക്കുന്നതിന്റെ പുറകിലുള്ള ചെറിയ സാധനങ്ങൾ വെക്കുന്ന റൂമിന്റെ ഉള്ളിൽ കയറി ആരും അറിയാത്ത തരത്തിൽ ഒളിച്ചിരിക്കുന്നു. പോലീസ് വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. അപ്പോഴേക്കും അയാളാണെങ്കിൽ ആ സ്ട്രീറ്റിലൊക്കെയുള്ള ഓരോ വീട്ടിലും നോക്കി നോക്കി വരികയും അവളുടെ വണ്ടിയോ മറ്റോ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാനായി തപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. റേച്ചലാണെങ്കിൽ അയാൾ വന്നാൽ പൊരുതാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുകയും വണ്ടിയിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കത്രിക പോക്കറ്റിലേക്ക് വെച്ച് റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അയാളാണെങ്കിൽ ഓരോ വീടുകളും മുക്കും മൂലയും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നോക്കി നോക്കി വന്നുകൊണ്ടിരിക്കുന്നതിനിടെ അവളുടെ വീട്ടിന്റെ മുന്നിലേക്ക് എത്തുകയും നോക്കുമ്പോൾ അവിടെ അവളുടെ കാറ് കിടക്കുന്നതായി അയാൾ കാണുകയും ചെയ്യുന്നു. ഇതോടെ വണ്ടിയൊക്കെ നിർത്തിയ ശേഷം വെടികൊണ്ട വേദനയിൽ നിന്ന് ആശ്വാസം കിട്ടാൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് അവരെ തേടി ഇറങ്ങാൻ നോക്കുമ്പോൾ അപ്പുറത്ത് തയ്യാറായി നിന്ന അവൾ മറ്റൊരു കാറ് കൊണ്ടുവന്ന് അയാളെ ഇടിച്ചങ്ങ് മറിച്ചു കളയും. ഇതോടെ ആകെ തളരുന്ന അവൾ എങ്ങനെയെങ്കിലും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ആയുധമൊക്കെ എടുത്ത് അയാളെ നോക്കാനായി മറിഞ്ഞ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. വന്നതും ഇടിച്ചതുമായിട്ടുള്ള എല്ലാ സൗണ്ടും പയ്യൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവൾ ഡ്രൈവർ ഡോറിന്റെ അടുത്തെത്തി നോക്കുമ്പോൾ അയാൾ അതിലില്ല. പെട്ടെന്ന് അയാൾ പുറകിൽ നിന്ന് വന്ന് അവളെ വലിച്ചങ്ങ് ഇടുകയും നീ എന്നെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചോ, അതൊരിക്കലും നടക്കില്ല, ആര് വിചാരിച്ചാലും നിന്റെ മോനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളെ അടിച്ച് പഞ്ചറാക്കി അവിടെ ഇട്ടിട്ട് അയാൾ നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ഡോറൊക്കെ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമെങ്കിലും അവിടെ ആരുടെ അനക്കമൊന്നുമില്ല. മോനെ ഇറങ്ങി വാ, ഇത് പോലീസാണ്, ആ കൊലയാളിയെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ സേഫാണ്, നിന്റെ അമ്മ നമ്മളോടൊപ്പം ഉണ്ട്, അവരാണ് നിന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്, നിങ്ങൾക്കിനി യാതൊരു കുഴപ്പമില്ല, ഇറങ്ങി വരാനൊക്കെ അയാൾ പറയുന്നത് കേട്ട് ഇത് പോലീസാണോ അല്ലേന്നൊന്നും അറിയാതെ അവൻ ആകെ കൺഫ്യൂഷനിലാണ്. തുറക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അവൻ റെഡിയായി ഇരിക്കുകയും എന്നാൽ യാതൊരു അനക്കവും കേൾക്കാത്തത് കൊണ്ട് അവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് കരുതി അയാൾ പോകാമെന്ന് വിചാരിക്കുകയും അപ്പോഴേക്കും പയ്യൻ ഒരു സാധനത്തിൽ തട്ടി വീഴുന്നതോടെ അതിന്റെ ശബ്ദം കേട്ട് മുകളിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ അവിടേക്ക് കയറി ചെല്ലുന്നു. ഈ സമയം അവൻ എമർജൻസി സിഗ്നൽ അയച്ചത് കാരണം പോലീസുകാർ പാഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം പേടിച്ചിരിക്കുന്ന പയ്യൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ തുറന്ന് അവനെ പിടികൂടുകയും നോക്കുമ്പോൾ അമ്മയാണെന്ന് കാണുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അയാൾ പുറകിൽ നിന്ന് വന്ന് അവളെ വലിച്ച് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ശേഷം അവിടെ ഇട്ട് അടിച്ച് പഞ്ചറാക്കുകയും പിന്നീട് പയ്യനെ പിടിക്കാൻ കയറി വരുന്നത് കണ്ട് അവൻ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് അയാളെ അടിക്കുമെങ്കിലും അയാൾ അവനെ അവിടുന്ന് വലിച്ച് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരികയും അവള് അയാളോട് എത്രയൊക്കെ ഫൈറ്റ് ചെയ്യാൻ നോക്കുമെങ്കിലും അയാൾ അവളെ ചവിട്ടിയിട്ട് അടിച്ച് പൂസാക്കുകയാണ്. അവൾ ചാടി കയറിയൊക്കെ അയാളെ പിടിക്കാൻ നോക്കുമെങ്കിലും വലിച്ചിട്ട് അവളുടെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ശേഷം അയാൾ അവിടുന്ന് ഒരു വള്ളിയെടുത്ത് കൊണ്ടുവന്ന് പയ്യനെ പിടികൂടുകയും അവന്റെ കഴുത്തിൽ അത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കി അവൾ തന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ആ കത്രിക തപ്പി പുറത്തെടുക്കുകയും ശേഷം അതുമായി അയാളുടെ നേർക്ക് തിരിഞ്ഞ് ചാടി ചെന്ന് കണ്ണിലേക്ക് കുത്തി അങ്ങ് കയറ്റുകയും അയാൾ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ മരിച്ചിട്ടില്ല. എന്റെ പയ്യനെ തൊടുകൂടാന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് മൊത്തത്തിൽ തലച്ചോറിലേക്ക് അടിച്ച് കയറ്റുന്നതോടെ അയാൾ അവിടെ മരിച്ച് വീണിരിക്കുകയാണ്. അപ്പോഴേക്കും പയ്യൻ എങ്ങനെയെങ്കിലും ആ കയറിന്റെ കുരുക്കൊക്കെ അഴിച്ച് ഒരുവിധം രക്ഷപ്പെടുകയും നേരെ ചെന്ന് അമ്മയുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അയാൾ മരിച്ചതോടെ അവർ രണ്ടുപേരും ഇപ്പോ സുരക്ഷിതമായിരിക്കുകയാണ്. ഇതോടെ പോലീസ് പുറത്തു വന്നിട്ടുള്ളതിന്റെ സൈറനൊക്കെ അവർക്ക് കേൾക്കാൻ കഴിയുകയും സേഫ് ആയെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോലീസ് പ്രൊസീജിയറുമായിട്ട് അവർ ഇരിക്കുകയാണ്. ഈ സമയം അവളുടെ അനിയനെ സഹായിച്ച പോലീസുകാരൻ അവിടേക്ക് കയറി വരികയും നേരെ റേച്ചലിന്റെ അടുത്ത് ചെന്ന് നിങ്ങളുടെ അനിയനെ പറ്റിയുള്ള കാര്യം പറയാനാണ് വന്നതെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് വിളിച്ച് മാറ്റി നിർത്തുകയും എന്തോ കാര്യം പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവൻ ആകെ വിഷമത്തിലാണ്. അങ്ങനെ അവൾ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും മോനെ, ഫ്രെഡിന് കുഴപ്പമൊന്നുമില്ല, അവൻ സേഫായി ഹോസ്പിറ്റലിലുണ്ട് എന്നൊക്കെ പറയുകയും ഇത് കേട്ട് അവർക്ക് വളരെയേറെ സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നേരെ ഫ്രെഡിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിനിടെ അവർ ഒരു സിഗ്നലിൽ എത്തുകയും അവിടുത്തെ റെഡ് ലൈറ്റിലൊക്കെ കാത്തു കിടന്നിട്ട് ഗ്രീൻ ലൈറ്റ് ആവുമ്പോൾ പോകാൻ നോക്കുകയും എന്നാൽ പെട്ടെന്നൊരുത്തൻ റോങ് കൊണ്ട് കയറ്റുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവൾ ഹോൺ അടിക്കാൻ നോക്കുമെങ്കിലും പെട്ടെന്ന് മറ്റേ ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ട് വേണ്ടെന്ന് കരുതി അവൾ മിണ്ടാതിരിക്കുകയും അങ്ങനെ അയാൾ അവിടുന്ന് പോകുന്നതോടെ അത് നല്ല തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോകുന്നു. ഇനി ആരുടെയും മുന്നിൽ ഹോൺ അടിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് അവൾ വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. 2020 $33 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $44 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.